സാറേ ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ? നമ്മൾ ഈ ആർക്കിടെക്ട്സ് ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യാൻ ഇത്ര ടൈം എടുക്കുന്നത് എന്തായിരിക്കും അതിന്റെ കാരണം? പറഞ്ഞു തരാമല്ലോ. നമ്മുടെ അടുത്ത് കുറേ പേര് ചോദിക്കുന്നൊരു കാര്യമാണിത്. എടാ, നമുക്കൊരു വീടെന്ന് പറഞ്ഞാലേ കുറേ ബ്രിക്സും ഭിത്തിയൊന്നുമല്ലല്ലോ. സിമ്പിളായിട്ട് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിലെ കുറേ നല്ല മൂമെൻറ്റ്സ് നടക്കേണ്ട ഒരു സ്ഥലം. അപ്പോൾ അത് ഏറ്റവും നന്നായിട്ട് വരേണ്ടത് നമ്മുടെ ആവശ്യം തന്നെയല്ലേ? അത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം. ശരിയല്ലേ? ആലോചിക്കേ, നമുക്ക് നമ്മുടെ പേരൻസിനാണെങ്കിലും കുട്ടികൾക്കാണെങ്കിലും അടുത്ത തലമുറയ്ക്കാണെങ്കിലും ജീവിക്കേണ്ട ഒരു സ്ഥലമാണ്. അങ്ങനെയുള്ള നമ്മുടെ വീട്ടിൽ ഒരു മിസ്റ്റേക്ക് വന്നാൽ ദാറ്റ് വിൽ ബി കോസ്റ്റ്ലി. ശരിയല്ലേ? അത് നമുക്ക് പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള നഷ്ടങ്ങൾ വരുത്താം. ഇൻ്റർനെറ്റിൽ നിന്ന് എടുക്കുന്ന ഒരു പ്ലാൻ വരയ്ക്കുന്ന പോലെയല്ല നമ്മൾ ചെയ്യുന്ന രീതി. നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഓരോ ക്ലയൻസിൻ്റെയും ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ആവശ്യങ്ങളും വേറെയാണ്. അതാദ്യം മനസ്സിലാക്കണം. അത് നമ്മൾ അവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്ത് അവരുടെ ആവശ്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് അവരുടെ സ്വപ്നങ്ങൾ റിക്വയർമെൻറ്റ്സ് മനസ്സിലാക്കിയതിന് ശേഷമാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചില ആളുകൾക്ക് ഇതേപോലുള്ള ഓപ്പൺ സ്പേസസ് ഇഷ്ടമാണ്. വലിയ കോർട്ട്യാർഡ്സ് വേണമെന്ന് പറയുന്നവരുണ്ട്. ചിലർ പറയും മാക്സിമം പ്രൈവസി കിട്ടാവുന്ന രീതിയിൽ റൂംസിന് അറേഞ്ച് ചെയ്യണം എന്ന് ചിലർ പറയാറുണ്ട്. വർക്ക് ഫ്രം ഹോം ചെയ്യുന്ന ചില ആളുകളുണ്ട്. അപ്പോൾ അവർക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുൾ പ്രൈവസിയിൽ ഇരുന്ന് വർക്ക് ചെയ്യാൻ പറ്റുന്ന സ്പേസസ് വേണം. ഓരോരുത്തരുടെയും ഓരോ ആവശ്യങ്ങളും ഓരോരുത്തരുടെ ടേസ്റ്റ്, നമ്മളെല്ലാവരും വ്യത്യസ്തരല്ലേ. അപ്പോൾ ഓരോരുത്തരുടെ ആവശ്യങ്ങൾ വ്യത്യാസമാണ്. അതിനനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. ഒരു വീടെന്ന് പറയുമ്പോൾ നമ്മളത് ഇപ്പം നമ്മൾ എങ്ങനെ ജീവിക്കണമെന്ന് മാത്രമല്ലല്ലോ കൺസിഡർ ചെയ്യുന്നത്. ഫ്യൂച്ചറിൽ നമ്മൾ എങ്ങനെ അതിനകത്ത് ജീവിക്കും എന്ന് ചിന്തിക്കണം. അപ്പം നമുക്ക് പ്രായമാവും, നമ്മുടെ പേരൻസിനെ കൺസിഡർ ചെയ്യണം, നമ്മുടെ കുട്ടികൾ അവർ വലുതാവും, അവരെ കൺസിഡർ ചെയ്യണം. അപ്പം നമുക്ക് ഒരു വീട് വയ്ക്കാമെന്ന് പറഞ്ഞാൽ നമ്മളൊരു 50 വർഷം അല്ലെങ്കിൽ 100 വർഷം എന്നുള്ള രീതിയിൽ നമ്മൾ അതിൻ്റെ ഒരു ലോങ് റണ്ണിലാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അത്രയും റിക്വയർമെൻറ്റ്സിനെ ഞങ്ങൾ ഇൻഡെപ്തിൽ ഞങ്ങൾ സ്റ്റഡി ചെയ്യണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലൊരു വീട് ഞങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ക്ലൈമാറ്റിക് സ്റ്റഡി, അതാണ് അടുത്ത പോയിന്റ്. എൻ്റെ നോട്ടത്തിൽ ഇതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഇതാണ് കേട്ടോ. കാരണം നമ്മുടെ കേരളത്തിലെ ക്ലൈമറ്റ് വെച്ച് നമുക്ക് ഓരോ സ്ഥലത്തെയും ഡേറ്റ ഞങ്ങൾ എടുക്കും. അതായത് ആ സ്ഥലത്ത് എങ്ങനെയാണ് കാറ്റ് വീശുന്നത്, സണ്ണിൻ്റെ മൂവ്മെൻറ്റ് എങ്ങനെയാണ്. കാറ്റ് വീശുക എന്ന് പറയുമ്പം ഒരു ഒറ്റ ടൈമിലെ ഡേറ്റ അല്ല എടുക്കുന്നത്. നമുക്കത് അതിൻ്റെ ഒരു പ്രഡിക്ഷൻ നമ്മൾ എടുക്കും. അതായത് ലോങ് റണ്ണിൽ എങ്ങനെയായിരിക്കും കാറ്റ് വീശുന്നത് നമ്മൾ എടുക്കുന്നത്. മഴയുടെ ഇതെങ്ങനെയാണ്, നിയറസ്റ്റ് ബിൽഡിങ്സ് ഏതൊക്കെയാണ്, അടുത്തുള്ള മല, സ്ഥലത്തിൻ്റെ കിടപ്പ് എങ്ങനെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്തിട്ടാണ് ക്ലൈമാറ്റിക് സ്റ്റഡി ചെയ്യുന്നത്. അപ്പം ഇതിന് എത്രയൊക്കെ ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ നോട്ടത്തിൽ ഈ ഒരു ഞങ്ങളുടെ ഡിസൈനിങ് പ്രോസസ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേറ്റയാണിത്. ഇത് എടുക്കുന്ന ടൈം എടുത്തുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഓരോ പ്രൊജക്ട്സും നമ്മൾ ചെയ്യുന്നത്. അത് ഓരോ സൈറ്റിനനുസരിച്ചും ഓരോ സ്ഥലത്തിൻ്റെ കിടപ്പിനനുസരിച്ചും ഈ പറഞ്ഞ ഡേറ്റയ്ക്ക് വേരിയേഷൻ വരും. അത് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് തന്നെ ചെയ്യണം. ഞങ്ങളുടെ ഡിസൈനിങ് സ്റ്റേജിൽ അടുത്തൊരു പ്രൊസീജിയറാണ് ഡിസൈൻ ആൾട്രേഷൻസ് എന്ന് പറയും ഞങ്ങളുടെ ഭാഷയിൽ. അത് വേറൊന്നുമല്ല, ഇപ്പം നിങ്ങൾ നോക്കുമ്പം കാണുന്നത് 1-2 ഓപ്ഷൻസ് ആയിട്ടുള്ള പ്ലാൻസ് കാണും. ഇത്രയാണോ നമ്മൾ ചെയ്തല്ല. നമ്മൾ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ബേസ്ഡ് ഓൺ ക്ലൈമറ്റോളജി, എന്താ പറയുക, നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ്, സൈറ്റ് കണ്ടീഷൻസ് വെച്ചിട്ട് മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരച്ചിട്ട് അതിൽ നിന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന 1-2 എണ്ണം നിങ്ങൾ കാണുന്നു. അപ്പം അതൊരു എന്താ പറയുക, അത് എക്സ്റ്റീരിയർ 3യുടെ കാര്യത്തിലാണെങ്കിലും ഇങ്ങനെ തന്നെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ കാണുന്ന 2 മാത്രമാണ് ഇതിനകത്ത് വർക്ക് ചെയ്തിട്ടുള്ളൂ എന്ന് ചിന്തിക്കരുത്. നെക്സ്റ്റ് പോയിന്റ് ഫങ്ഷൻ ആൻഡ് ബ്യൂട്ടി എന്ന് പറയും. വേറൊന്നുമല്ല, നമ്മുടെ ലൈഫ് പാർട്ട്ണറെ ചൂസ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു പേഴ്സൻ്റെ ബ്യൂട്ടിയെ ചിലപ്പം നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ടാവും. ആ ഒരു ബ്യൂട്ടിയേക്കാൾ ഉപരി ആ ഒരു പേഴ്സൺ എങ്ങനെ നമ്മൾ ഇൻട്രാക്ട് ചെയ്യുന്നു, ഹൗ ദാറ്റ് പേഴ്സൺ ക്യാൻ മേക്ക് അസ് ഫീൽ എന്നുള്ളത് നമ്മൾ ഇമ്പോർട്ടൻ്റ് അല്ലേ. ആ ഒരു കാര്യം തന്നെയാണ് ഒരു വീട് ഡിസൈൻ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഒരു ബിൽഡിംഗ് ഡിസൈൻ ചെയ്യുമ്പോൾ ഞാൻ ആസ് എൻ ആർക്കിടെക്ട് ഞാൻ നോക്കുന്നത്. കാരണം മോർ ദാൻ എക്സ്റ്റീരിയർ ബ്യൂട്ടി, ആ ഒരു സ്പേസ് ഇറ്റ് നീഡ് ടു ബി ഫങ്ഷണൽ. അതായത് നമ്മുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ ആവശ്യങ്ങൾ നമ്മുടെ ലൈഫിനെ കുറച്ചും കൂടി ഈസിയർ ആക്കുന്ന, എസ്പെഷ്യലി നമ്മുടെ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടി ഈസിയർ ആക്കുന്ന രീതിയിൽ നമ്മുടെ ലൈഫിനെ എൻഹാൻസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ഒരു ബിൽഡിംഗ് മാറണം, ആ ഒരു വീട് മാറണം. അപ്പം അതിനെയാണ് ഞാൻ ഫങ്ഷൻ ആൻഡ് ബ്യൂട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്തൊരു പോയിന്റ് നമ്മൾ ഓരോ വീടിൻ്റെയും ഫൈനാൻഷ്യൽ പാർട്ടാണ്. അപ്പം എൻ്റെ അടുത്ത് വരുന്ന ചില ക്ലയൻസ് ഒക്കെ പറയും, അജിത്തെ എൻ്റെ കയ്യിൽ ഇത്ര രൂപയുണ്ട്, ഇതിനകത്ത് ഈ വീട് തീരണം കേട്ടോ. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഇതിന് മുകളിൽ ഇത്ര ഞങ്ങൾ പ്രതീക്ഷിക്കാനും പൈസയായി എന്ന് പലരും പറയാറുണ്ട് എന്ന് പറയും. അപ്പം ആ ഒരു പോയിന്റ് ആസ് എൻ ആർക്കിടെക്റ്റ് ഞാൻ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. കാരണം നമ്മുടെ ജീവിതത്തിൽ വീട് പണി ഒരു ബാധ്യതയായിട്ട് മാറരുത്. കാരണവശാൽ നമ്മൾ എത്ര രൂപയുണ്ടോ നമ്മളുടെ ലൈഫിനെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന സംഭവമാണല്ലോ. അപ്പം ആ ഒരു കോസ്റ്റിങ്ങിൻ്റെ പാർട്ടും ആ ഒരു ഫൈനാൻഷ്യൽ പാർട്ടും നമ്മുടെ പ്രൊജക്റ്റുകളിൽ നമ്മൾ ആ ഒരു ഫൈനാൻഷ്യൽ അനാലിസിസ് കൂടി ആദ്യമേ ചെയ്യും. നിങ്ങളുടെ കയ്യിൽ എത്ര രൂപയുണ്ടോ അതിനകത്തേക്ക് എങ്ങനെ വീട്ടിനെ കൊണ്ടുവരാം, അപ്പോൾ നിങ്ങളുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് തന്നെ അതിലേക്ക് എങ്ങനെ കൊണ്ടുവരാം മാക്സിമം. അപ്പോൾ ചില കാര്യങ്ങൾ നമ്മൾ വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വന്നേക്കാം. പക്ഷെ എന്നാൽ പോലും അത് ആദ്യമേ പ്രീ പ്ലാൻ ചെയ്യാൻ പറ്റിയാൽ നിങ്ങൾക്ക് നല്ലതാണ്. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടണമെങ്കിൽ അത് ഞങ്ങൾ നിങ്ങളുടെ അടുത്ത് കൺവേ ചെയ്യണം. ഈ ഒരു പാർട്ടും കൂടി ഡിസൈനിങ്ങിൽ ആദ്യമേ ഞങ്ങൾ കൺസിഡർ ചെയ്യാറുണ്ട്.
ഫൈനലായിട്ടുള്ള ഒരു പോയിന്റ് നിങ്ങളോട് പറയാം. അതായത് നിങ്ങളൊരു പെയിൻറ്റിങ് നിങ്ങൾക്ക് വരയ്ക്കണം, ഒരു പോർട്രേറ്റ് നിങ്ങളെ. അപ്പോൾ നിങ്ങൾ ഒരു ആർട്ടിസ്റ്റിനെ പോയി കാണുന്നു, അദ്ദേഹത്തിനോട് കാര്യങ്ങൾ പറഞ്ഞു, എനിക്കിങ്ങനെ വേണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നു, അത് ഇന്ന കളേഴ്സിന് എനിക്ക് താല്പര്യമുണ്ട്, ഇന്ന രീതിയിലാണ് എനിക്ക് താല്പര്യം, അങ്ങനത്തെ കാര്യങ്ങൾ അദ്ദേഹത്തിന് നമ്മുടെ ഡീറ്റെയിൽസ് എല്ലാം പറയുന്നു. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു, അത് മൊത്തം കേൾക്കുന്നു, അത് പ്രോസസ്സ് ചെയ്യുന്നു, എന്നിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം ചിലപ്പോൾ നമ്മൾ പറയും എനിക്ക് നാളത്തേക്ക് വേണം, അല്ലെങ്കിൽ 1 വീക്ക് കഴിഞ്ഞ് വേണം എന്ന് പറയും. അങ്ങനെ ചെയ്തു തരുന്ന ആളുകളുണ്ടാവില്ല, നീ ഒരിക്കലും പറയുന്നില്ല. ഇപ്പോൾ AI ഉണ്ട്, പല ഓപ്ഷൻസ് ഉണ്ട്. പക്ഷേ ഇപ്പോൾ നമ്മൾ ലോകത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പെയിൻറ്റിങ്സ് എടുത്ത് നോക്കിയോ, പല പെയിൻറ്റിങ്സും മാസങ്ങളും വർഷങ്ങളും വരെ എടുത്ത പെയിൻറ്റിങ്സ് ഉണ്ട്. അപ്പം എന്തുകൊണ്ട് അവർ ഇത്ര സമയം എടുത്തു? ഇറ്റ്സ് എ ക്രിയേറ്റീവ് പ്രോസസ്സ് അല്ലേ? ആലോചിച്ച് നോക്കിയേ. അപ്പം അതേ സെയിം കാര്യം തന്നെയല്ലേ ഇവിടെ നടക്കുന്നത്. അതേപോലെ തന്നെയാണ് ഞങ്ങൾ ആസ് എൻ ആർക്കിടെക്ട് നമ്മൾ ചെയ്യുമ്പോൾ, ഞാൻ തൊട്ട് മുമ്പ് പറഞ്ഞ പോലെ തന്നെ നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് ഞങ്ങൾ പഠിച്ചു. അത് കഴിഞ്ഞിട്ട് ക്ലൈമാറ്റിക്കൽ പാർട്ട് പഠിച്ചു, ഇതിൻ്റെ കോസ്റ്റിങ്ങിനെ പറ്റി പഠിച്ചു, ഇതിൻ്റെ ഫംഗ്ഷനാലിറ്റീനെ, ഇതെങ്ങനെ ഫംഗ്ഷൻ ചെയ്യുന്നതിനെ പറ്റി പഠിച്ചു. പിന്നെ ഇതിനകത്തുള്ള ട്രയൽ ആൻഡ് എററുകൾ കുറേ പല തവണ നടത്തി. ഇതിനകത്ത് എന്തൊക്കെ ഇഷ്യൂസ് വരാം, ഇഷ്യൂസ് എങ്ങനെ വരാതിരിക്കാം, നിങ്ങളുടെ ഇഷ്ടങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇഷ്ടങ്ങളല്ലാത്തത് എന്തൊക്കെയാണ്, ഇതെല്ലാം അനലൈസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഒരു പ്രൊഡക്റ്റ് തരുന്നത്. നിങ്ങൾ കാണുന്ന ആ ഒരു പ്രൊഡക്റ്റ് അതിനകത്തുള്ള പല റിവിഷൻസ് നടത്തിയിട്ട് പല ഓപ്ഷൻസ് ഇത് ചെയ്തിട്ട് അതിന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് ഓപ്ഷനാണ് നിങ്ങൾക്ക് തരുന്നത്. അതേപോലെ ഒരാളല്ല, വലിയൊരു ടീമാണ് അതിൻ്റെ ബാക്കിൽ വർക്ക് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത് മനസ്സിലാക്കുകയാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഇറ്റ്സ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ്സ് എ ക്രിയേറ്റീവ് പ്രോസസ്. ഇറ്റ് വിൽ ടേക്ക് ടൈം. ഇറ്റ്സ് എ ക്രിയേറ്റീവ് പ്രോസസ്, ഇറ്റ് വിൽ ടേക്ക് ടൈം.